ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർ 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാറ്റയുടെ ഈ അടുത്ത് ലോഞ്ചാകാൻ പോകുന്ന കർവുമായിട്ടാണ്. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കൂപ്പേ ലുക്കിലാണ് വണ്ടി വന്നിരിക്കുന്നത്. മുമ്പിലേക്ക് വരുമ്പോൾ പഞ്ച് EVAയും നെക്സൺ EVAയുമായി സാദൃശ്യം തോന്നിക്കുന്ന ഒരു വണ്ടിയാണ് കർവ്. ടാറ്റയുടെ പുതിയ വണ്ടികളെല്ലാം കണ്ടുവരുന്നത് അതേ DRL തന്നെയാണ് കർവിനും ടാറ്റ നൽകിയിരിക്കുന്നത്. DRLന് താഴെയായി ടാറ്റയുടെ ലോഗോ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് അടിയിലായാണ് ചാർജിങ് സ്ലോട്ട് വരുന്നത്. പിന്നെ അതിന് താഴെയായി പ്രത്യേക ഡിസൈനിലാണ് ഗ്രില്ലൊക്കെ വന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും മുൻപ് കാണാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ടാറ്റ ഒരുക്കിയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയ 17 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിനുള്ളത്. പിന്നെ XUV 700ലൊക്കെ കണ്ടിട്ടുള്ള അതേ ഡോർ ഹാൻഡിൽസാണ് കർവിനും വന്നിരിക്കുന്നത്. മിററിന് താഴെയായി 360 ഡിഗ്രി ക്യാമറ ക്രമീകരിച്ചിട്ടുണ്ട്. റൂഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയ പാനോറാമിക് സൺറൂഫാണ് കർവിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതിന് പിന്നിലായി ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയത് ടിഗോറുമായിട്ട് എന്തോ ഒരു സാദൃശ്യമുണ്ടെന്നാണ്. പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒന്നും ടിഗോറുമായിട്ട് അത്ര സാദൃശ്യമൊന്നും തോന്നുന്നില്ല. പിന്നെ എടുത്തു കാണുന്നത് മുമ്പിൽ കണ്ട DRL പോലെ വലിയ ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ലക്ഷറി വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന റിയർ സ്പോയിലറും വണ്ടിയെ വളരെ ആകർഷകമാക്കുന്നുണ്ട്. വണ്ടിയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൂപ്പേ ലുക്കിലാണ് കർവ് വന്നിരിക്കുന്നത്. കർവിൻ്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. ഏകദേശം 3 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വളരെ സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് കർവ് വന്നിരിക്കുന്നത്. ടാറ്റ കർവ് ഇറങ്ങിയാൽ പല വണ്ടികൾക്കും വളരെ വലിയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ പെട്രോളിലും ഡീസലിലും ഇലക്ട്രിക്കിലും കർവ് അവൈലബിൾ ആണ്. അപ്പോൾ ടാറ്റ കർവ് ഈ അടുത്ത് തന്നെ വലിയ തരംഗം സൃഷ്ടിക്കാൻ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് കർവിനെ പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വണ്ടികളുടെ റിവ്യൂസും മറ്റും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.